നമസ്കാരം. ജനനായക് എന്ന പേരിൽ ബീഹാറിലെ ജനങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന കർപ്പൂരി ഠാക്കൂറിന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷമായ 2024 ഭാരതരത്ന നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ബീഹാർ നിയമസഭയുടെ സെൻറ്റിനറി കെട്ടിടം ഉദ്ഘാടന വേളയിൽ ബീഹാറിൻ്റെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിരുന്ന രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവ് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകണമെന്ന് പ്രധാനമന്ത്രിയോട് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. അന്ന് പ്രധാനമന്ത്രി ഒന്നും പ്രതികരിക്കാതെ തിരികെ പോവുകയായിരുന്നു. ഇപ്പോൾ ബീഹാറിൽ ജാതി സെൻസസ് ആവശ്യം ശക്തിപ്പെടുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുക്കുന്നതെങ്കിലും ഈ 100ാം വാർഷികത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഭാരതരത്ന രാജ്യത്തിനുള്ള അംഗീകാരമായി തന്നെ ഞാൻ കാണുകയാണ്. കർപ്പൂരി ഠാക്കൂറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഒളിപ്പോര് നടത്തി നേപ്പാളിൽ ഒളിവിൽ താമസിച്ചുകൊണ്ട് ഒളിപ്പോര് നടത്തിയ വലിയൊരു സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ സോഷ്യലിസം പകർത്തിയ അപൂർവ നേതാക്കളിൽ ഒരാളാണ് കർപ്പൂരി ഠാക്കൂർ. 1967 അദ്ദേഹത്തിന് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാവാൻ സാധ്യത തെളിഞ്ഞിട്ടും മുന്നോക്ക സമുദായക്കാരായ സവർണരായ ആളുകൾ ക്ഷുരക സമുദായത്തിൽ ജനിച്ച അവിടുത്തെ നായി സമുദായത്തിൽ ജനിച്ച പാവപ്പെട്ട കുടുംബത്തിലെ കർപ്പൂരി ഠാക്കൂറിനെ മുഖ്യമന്ത്രിയായി കാണാൻ അവർ തയ്യാറില്ലായിരുന്നു. അവർ മറ്റുള്ള സഖ്യ രാഷ്ട്രീയ പാർട്ടികൾ കർപ്പൂരി ഠാക്കൂറിനെ പിന്തുണയ്ക്കില്ലെന്ന് പരസ്യമായി നിലപാടെടുക്കുന്ന ജാതി കോമരങ്ങളായിരുന്നു ബീഹാറിൻ്റെ പ്രത്യേകത. 1970 സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചപ്പോഴാണ് കർപ്പൂരി ഠാക്കൂറിനെ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നടക്കുന്നത്. 1970 കർപ്പൂരി ഠാക്കൂറിൻ്റെ ജന്മഗ്രാമമായ സമസ്തിപൂരിലെ ഇപ്പോൾ കർപ്പൂരി ഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമത്തിൽ വെച്ചുകൊണ്ട് മകളുടെ വിവാഹം വളരെ സ്വകാര്യമായും വളരെ ലളിതമായും നടത്താൻ കർപ്പൂരി ഠാക്കൂർ തീരുമാനിച്ചു. പക്ഷേ ഈ വിവരം അറിഞ്ഞ കൂടെയുള്ള മന്ത്രിസഭാ അംഗങ്ങൾ അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസമുണ്ടെന്നും തങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹത്തെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ സഹായങ്ങളൊക്കെ തന്നെ സമസ്തിപൂരിൽ നടക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹമല്ല, കർപ്പൂരി ഠാക്കൂറിൻ്റെ മകളുടെ വിവാഹമാണെന്നും അത് താൻ ലളിതമായി തൻ്റേതായ നിലക്ക് നടത്തിക്കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ സഹായങ്ങളും അദ്ദേഹം നിരസിച്ചു. വിവാഹത്തിൻ്റെ തലേ ദിവസം വീട്ടിലെത്തി സൗകര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച സമസ്തിപൂരിലെ ജില്ലാ മജിസ്ട്രേറ്റിനെ അദ്ദേഹം ശകാരിച്ചു വിട്ടു എന്ന് മാത്രമല്ല, ആ ദിവസം തന്നെ അദ്ദേഹം ഒരു സർക്കുലർ, ഇന്ത്യയിൽ ആദ്യവും അവസാനവുമായിക്കൊണ്ട് ഒരു സർക്കുലർ അദ്ദേഹം പുറത്തിറക്കി. ബീഹാർ ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഉത്തരവിറക്കിക്കൊണ്ട് എല്ലാ സർക്കാർ സംവിധാനത്തെയും വിവാഹ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്താൻ ധീരത കാണിച്ച, ആർജവം കാണിച്ച വലിയൊരു മനുഷ്യനായിരുന്നു കർപ്പൂരി ഠാക്കൂർ. കർപ്പൂരി ഠാക്കൂർ മരിക്കുമ്പോൾ ഒരു തുണ്ട് ഭൂമി പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നില്ല. ഒരിക്കലും അഴിമതി കാണിക്കാതെ പിന്നീട് 1977 ബീഹാറിൻ്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിയെങ്കിലും അദ്ദേഹം ഒന്നും സമ്പാദിക്കാതെ ഒരു തുണ്ട് ഭൂമി പോലും തൻ്റെ പേരിൽ അവശേഷിപ്പിക്കാതെയാണ് കർപ്പൂരി ഠാക്കൂർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഒളിവിൽ താമസിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിനും അദ്ദേഹം നേതൃത്വം നൽകി. അവസാനം പാറ്റ്നയിലെ ഗാന്ധി മൈതാനിയിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ വലിയ ചരിത്രപ്രസിദ്ധമായ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൻ്റെ വേദിയിലേക്ക് ഒളിയിടത്തിൽ നിന്ന് കർപ്പൂരി ഠാക്കൂർ എത്തിയപ്പോൾ ഗാന്ധി മൈതാനത്തിലെ ജനലക്ഷങ്ങൾ ഇളകിമറിഞ്ഞത് ചരിത്ര സംഭവമാണ്. അങ്ങനെ എല്ലാ നിലക്കും ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെ നിന്ന് പോരാട്ടം നടത്തിയ ഒരു നേതാവായിരുന്നു കർപ്പൂരി ഠാക്കൂർ. 1970 ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയതും കർപ്പൂരി ഠാക്കൂറായിരുന്നു. കർപ്പൂരി ഠാക്കൂറാണ് സത്യത്തിൽ ഇന്ത്യയിൽ ആദ്യമായി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് സംവരണം നടപ്പിലാക്കിയത്. ആ സംവരണത്തിനെതിരെ സംസ്ഥാന വ്യാപകമായിക്കൊണ്ട് സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രക്ഷോഭം നടത്തിയപ്പോൾ അദ്ദേഹം മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അതിദരിദ്രരായ ആളുകൾക്ക് 3% സംവരണം കൊടുത്തതും കർപ്പൂരി ഠാക്കൂറായിരുന്നു. അങ്ങനെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ അത് ജാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുത്ത വലിയൊരു നേതാവായിരുന്നു കർപ്പൂരി ഠാക്കൂർ. അങ്ങനെ എല്ലാ നിലക്കും തൻ്റെ ജീവിതം മുഴുവൻ ഒരു സോഷ്യലിസ്റ്റ്, ഒരു യഥാർത്ഥ സോഷ്യലിസ്റ്റ് എന്താണോ അതേപോലെ ജീവിക്കുകയും മരിക്കുകയും ചെയ്ത വലിയൊരു മനുഷ്യനായിരുന്നു കർപ്പൂരി ഠാക്കൂർ. കർപ്പൂരി ഠാക്കൂറിൻ്റെ ഈ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഭാരതരത്ന ആരുടെയും ഔദാര്യമല്ല, അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. രാജ്യം കൊടുക്കുന്ന ഈ ഭാരതരത്ന അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. കർപ്പൂരി ഠാക്കൂറിനെ പോലെയുള്ള ആളുകൾ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ ചവിട്ടിമെതിക്കപ്പെടുമ്പോൾ, മതേതരത്വ ഭാരതം എന്നുള്ള ആശയം ചവിട്ടിമെതിക്കപ്പെടുമ്പോൾ, ഇന്ത്യയിൽ ജാതീയ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാന കാരണമെന്നും സംവരണം ജാതി അടിസ്ഥാനത്തിൽ വേണമെന്നുമുള്ള കർപ്പൂരി ഠാക്കൂറിൻ്റെ നിലപാടുകൾ രാജ്യത്ത് അട്ടിമറിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഈ ഭാരതരത്നയിൽ
അദ്ദേഹത്തിൻ്റെ ആത്മാവ് എത്ര കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും എന്നുള്ളത് എനിക്ക് സംശയവുമുണ്ട്. ഏതായാലും കർപ്പൂരി ഠാക്കൂറിൻ്റെ ഈ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.